അപ്പൊ ഈ 2025 കേട്ട ഏറ്റവും വലിയ തമാശ ഇക്കിളിയിടണോ ചിരിക്കാനെന്ന് വരെ ചിന്തിച്ചിരിക്കുകയാണ് ഞാൻ. സത്യം പറഞ്ഞ ഇതുപോലുള്ളൊരു ചാളിഞ്ഞ വലിച്ച കോമഡി ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഹോ എന്തൊരു കോമഡിയാണോ. മദ്ദമില്ല പോലും മദ്ദമില്ല പോലും. കുളിച്ച് പള്ളിയിൽ പോകണം. എന്താ മൊബൈലൊന്നും വെക്ക്. അപ്പം മതമില്ലാത്ത ഹണി ട്രാപ്പുകാരിയുടെ മകൻ പള്ളിയിൽ പോകാൻ മതമില്ലാത്ത ഹണി ട്രാപ്പുകാരി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പം മക്കൾക്ക് മതമുണ്ടല്ലേ, ഭർത്താവിന് മതമുണ്ട്, തള്ളയ്ക്കും മതമുണ്ട്, തന്തയ്ക്കും മതമുണ്ട്, മക്കൾക്ക് മതമുണ്ട്. എപ്പടി ഐഡിയ, അടിപൊളിയല്ലേ? അപ്പം നിങ്ങളെല്ലാവരും 2025 കേട്ട ഏറ്റവും വലിയ തിരക്കഥാകൃത്താണ് നമ്മുടെ ഹണി ട്രാപ്പുകാരി. 2025 ഏറ്റവും നല്ല സ്ക്രിപ്റ്റിനുള്ള തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ഹണി ട്രാപ്പുകാരിക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? മോനെ ആ മൊബൈൽ അവിടെ വെച്ചിട്ട് കുറച്ച് പളിപ്പോ മോനെ. ഞാനൊരാളെ കാണാൻ പോകുക. എല്ലാവർക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്ക് എന്നാണ് മതമില്ലാത്തവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെയും വക എല്ലാവർക്കും ഈദ് മുബാറക്ക്. പോകണമെന്ന് വിചാരിക്കുന്ന അവിടെ ക്രൗഡ് ആവുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വീഡിയോസ് എടുക്കരുത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉച്ചക്ക് പുള്ളിക്കാരി പറയുന്നതേ, പുള്ളിക്കാരിക്ക് ഏതോ ഒരു സ്ഥലത്ത് പോവാനുണ്ട്, ആരെയോ കാണാനുണ്ട്. അപ്പോൾ അവിടെ ക്രൗഡാവുമെന്ന്. ഇവളെ കണ്ടിട്ടോ ജനത്തിന് ഓടി വരാൻ തലയ്ക്ക് പ്രാന്തല്ലേ. അയ്യേ, ഈ സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ വസ്തുകൂടി പോവും ആൾക്കാർ. മനസ്സിലായില്ലേ? ഇവിടെ മുമ്പിൽ ചാടലേ എന്നായിരിക്കും വിചാരിക്കുന്നത്. ഹണി ഡ്രോപ്പിലെങ്ങാൻ പെടുത്തിയാലോ. അതുകൊണ്ട് അപ്പുറത്തെ വസ്തു കൂടെ മാറിപ്പോകും. ക്രൗഡാവും. എനിക്ക് വയ്യ. ഭയങ്കര പൊസിഷനിലിരിക്കുന്ന ആളല്ലേ വരുന്നത്. അപ്പൊ 2025 കേട്ട ഏറ്റവും വലിയ രണ്ടാമത്തെ തമാശ, ചിരിക്കണമെങ്കിൽ ഇക്കിളി ഇടണം. മനസ്സിലായില്ലേ? എങ്ങനെയാ കുത്തിരിപ്പ് സമരം നടത്തുമ്പോൾ കുത്തിരിന് ഈ ആസനം തേഞ്ഞു പോകില്ലെന്നാണ് ഞാൻ നോക്കുന്നത്. ഏതൊരു വീഡിയോയിലും വന്ന് പറയും ഞാൻ കുത്തിരിപ്പ് സമരം നടത്തുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കലുണ്ട് ഈ ആസനം തേഞ്ഞു പോകാറില്ലേ. ഇല്ല, അവളെന്തായാലും പോയിട്ട് കുത്തിരിപ്പ് സമരമാണ് നടത്തുന്നത്. ഇവള് പ്രതിഷേധിക്കുന്ന പ്രതിഷേധം കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കൂല. കിടന്ന് കളയും അവിടെ. കിടന്ന് സമരം ചെയ്യും. ആൾക്കാർ പേടിച്ചിട്ടാണ് ഒഴിച്ചുവിടുന്നത്. മനസ്സിലായില്ലേ? അതാണ്. നാട്ടുകാർ ഊക്കിക്കൊണ്ടിരുന്ന നാട്ടുകാർ ഓടിച്ചിടും. മനസ്സിലായില്ലേ? നിർത്തൂല, തറയിൽ നിർത്തൂല. പിന്നെ ഈ വേട്ടാവളിയൻ്റെ ആ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന രംഗമൊക്കെ ആൾക്കാർ പകർത്തിന്നോ ചിത്രീകരിച്ചെന്നോ ഒക്കെ കേട്ടു. വേട്ടാവളിയൻ്റെ പുറയിലൊക്കെ ആളുണ്ടല്ലേ, ആൾക്കാർ ചുറ്റിനുണ്ട്. ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് എടുക്കുന്നതോ കഴിക്കുന്നതോ ഒക്കെയുള്ള വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലായോ? വേട്ടാവളിയ പുറയിലാളുണ്ട്. നാട്ടുകാർ ഓടിച്ചിട്ട പിന്നെ എന്ത് ചെയ്യും ഓടാതെ? വന്നിരിക്കാൻ പറഞ്ഞ അപ്പ വന്നിരിക്കും. ഇരിക്കണ സ്റ്റൈലോ കൂടെ ഊറ്റുമിരിക്കും. അവന് ഒരുമാണ്ടിരിക്കാൻ പറ്റൂല. അതാണ് അപ്പം അവന് ഒരുമാണ്ട് ഇരിക്കാൻ പറ്റൂല. അതാണ് അതിൻ്റെ ഒരു അകാന്ത ശക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ലൈവിലിരുന്ന് ഇത്രയും അടുത്തിരുന്ന് ഒരുമാമെങ്കിൽ പിന്നെ ലൈവ് ഇല്ലാത്തപ്പോൾ എങ്ങനെ ഒരുമോ? നിങ്ങൾ പറ. ഒരു കയ്യുള്ളൂ ഏട്ടാ, പിടിക്കൂ. എനിക്ക് കൈ സുഖല്ല ഏട്ടാ. ചേട്ടാ
അമ്മായിന്റെ ചേട്ടാ കൈസുകൾ ഇവൾക്കടെ സ്റ്റെപ്പിനീന ഇവളുടെ കീപ്പിന അമ്മായിന്റെ പെടലിക്ക് ആക്കാൻ നോക്കല്ലടി. അമ്മായി അതിനെ സ്വീകരിക്കൂല. നീ കൊണ്ടു നടക്കുന്ന ഈ വേട്ടാവളിനെ വിവരമുള്ള വേറെ ആരെങ്കിലും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? അമ്മായിയുടെ ഒക്കെ പെടലിക്ക് വെക്കില്ലടി. അറപ്പും വെറുപ്പുമാണ്. ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് ഇവന് അറപ്പാണെന്ന്. കണ്ടോ ഞങ്ങളെ കാറ് കണ്ടോ ഗൈസ്, ഞങ്ങൾ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ. ഇതേ അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുന്നു പറഞ്ഞിട്ടുള്ള സംഭവമാണ് മക്കളെ. വേറൊന്നുമല്ല. ഈ ഒന്നുമില്ലാതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് ആരെങ്കിലും കൊടുക്കുമ്പം എന്താ പറയുക, എല്ലിൻ്റെ ഇടയിൽ അങ്ങോട്ട് കുത്തും. ഈ എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ എന്താക്കും? ആൾക്കാർക്കിടെ മെക്കിട്ട് കയറണം, നെഞ്ചത്ത് കയറണം എന്നൊക്കെ തോന്നും രണ്ടെണ്ണത്തിനും. അതിൻ്റെ സൂക്കേടാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി ഇതാണ്ട് ഇതുപോലെ ഇരുന്നിട്ട് കൊട അങ്ങ് പിടിക്കും. നിവർത്തി നല്ല അന്തസ്സായിട്ട് നിവർത്തി പിടിക്കും. അല്പന്മാരാണ്, അല്പികളാണ്. വല്ലാത്ത ജാതി അല്പന്മാരല്ലേ. കാശുകാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ അല്പന്മാർ വന്നിരുന്നിട്ട് കാണിക്കുന്നത്. വല്ലാത്ത ജാതി. കഷ്ടം തോന്നുന്നു, കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു. നിങ്ങളെല്ലാവരും ഈ പെണ്ണുമ്പിള്ളയുടെ ചിരി ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അങ്ങോട്ട് ചിരിച്ചിട്ട് എന്നും പറഞ്ഞൊരു വലിയുണ്ട്. എന്തിനാ ഈ വലിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും ചിരിക്കുകയാണ്, ഉള്ളിലേക്ക് ആരും വലിച്ചു കയറ്റൂല ചിരി. അമ്മ അതിലെ വെട്ടക്ക് കെട്ട ചിരിയാണ് ചിരിക്കുന്നത്. എവിടെയാണ് നിന്റെ പൊന്നാര മോനെ? പൂനൂര് തേകുന്തോട്ടം പൂറപ്പോയിൽ മജീദിന്റെ മകൾ പൂറപ്പോയിൽ ഹൗസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി വേറെ ഒന്നും ചോദിക്കാനില്ലാലോ. കൂറപ്പോയി. അപ്പൊ തനി കൂറകൾക്കിടെ വെറുതെ അല്ലേ ഇവിടെ തനി കൂറകൾക്കിടെ സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ കൂറ എല്ലാത്തിലും ഉണ്ട് ഈ കൂറ. അതായത് ഫാമിലി മൊത്തം കൂറകളാണെന്നാണ് അർത്ഥം. വെറുതെ അല്ലേ ഇവള് കിടന്നിട്ട് ഈ കൂറകളുടെ സ്വഭാവം കാണിക്കുന്നത്, ഈ കൂറ സ്വഭാവം കാണിക്കുന്നത്. പിന്നെ സിനിമാക്കാർക്കൊക്കെ 2000-നും 5000-നും ഒക്കെ പോയ കാര്യം നാട്ടിലൊക്കെ പാട്ടാടി. ഈ 5000-നും 2000-നും പോയ കാര്യം അറിയാവുന്ന ചില സിനിമാക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഒറിജിനൽ കാര്യങ്ങളൊക്കെ വന്ന് പറയും. പിന്നെ കേസ് കൊടുക്കടി. ഹൈക്കോടതിയിലാക്കണേ എന്തിനാ? നീ സുപ്രീം കോടതിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോകണോടി, നീ പോകണം. നീ ഹൈക്കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ പോയാലും കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് വരരുതെന്ന് പറഞ്ഞു വിട്ട കാര്യം നമ്മൾ അറിഞ്ഞു കേട്ടാ. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി നിന്നോട് കയറിപ്പോകരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? അമ്മ അതിലെ കൊടുപ്പുകാരിയാണ് നീ. കേസ് കൊടുപ്പിൻ്റെ ആള്, ഉസ്താദ്, കൊടുപ്രാണി. അപ്പൊ കൊടുപ്രാണീനോട് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് മേലാല് കേസ് കെട്ടുമായിട്ട് ഈ സ്റ്റേഷന്റെ പരിസരത്ത് വന്നു പോകരുതെന്നാണ്. ഒക്കെ നമ്മൾ അറിഞ്ഞു കേട്ടാ. സുപ്രീം കോടതിയിൽ വരെ പോണം കേട്ടാ, മറക്കരുത്. അല്ല, നിനക്ക് ഒരു സഹോദരി ഉള്ളോ? വേറെ ഒരു സഹോദരിയും കൂടി ഉണ്ടെന്നാണ് നമ്മളൊക്കെ അറിഞ്ഞത്. നീ അടക്കം 3 പെണ്ണുങ്ങൾ. അതിലൊരു പെണ്ണുങ്ങൾ മാത്രമല്ലേടി നീ വീട്ടിൽ പോണ കാണിക്കണുള്ളൂ. വേറൊരുത്തിയുടെ വീട്ടിൽ പോണ നിനക്ക് കാണിക്കാൻ പറ്റുമോ? അങ്ങോട്ട് കയറ്റൂല എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് കേട്ടാ. നിന്നെ അവരുടെ വീടിൻ്റെ പരിസരത്തേക്ക് അടുപ്പിക്കൂല. അത്രയും നല്ല സ്വഭാവമല്ലേടി നിൻ്റെ.